പൈസ ഉണ്ടാക്കാനായിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്താ ഇപ്പോൾ വഴിയുള്ള കിട്ടിപ്പോയി ഫാമിലി വ്ളോഗ്. അപ്പോൾ അത് തന്നെ ഇനി ചെയ്യാം. കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്തു. ഹലോ ഗൈസ്, വെൽക്കം ടു വിജെ ഹബ്സ്. അങ്ങനെ പ്രശ്നേഷ് വന്നിരിക്കുകയാണ്. കുറേയേറെ പ്രശ്നങ്ങളുമായിട്ടാണ് പ്രശ്നേഷ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു ഫാമിലി വ്ളോഗറോ അങ്ങനെ ഒരു വ്ളോഗറോ ഒന്നുമല്ല. പക്ഷേ ഇപ്പോൾ ആൾ ഫാമിലി കാര്യങ്ങൾ ഇടുകയാണ് സോഷ്യൽ മീഡിയയിൽ. അതായത് റീലിടുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിടുന്നു, ഭയങ്കര സാഡ് BGM. നമ്മളുടെ യൂട്യൂബിലിടുമ്പോൾ BGM ഇല്ലാതെ ഇടുന്നു. അപ്പോൾ ഇതിനുള്ള ഏക മറുപടി എന്താണ്? ഫോർച്യൂണർ വാങ്ങുക, അത്ര തന്നെ. 7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത്. അതെ, അമ്മ അടിക്കും, സ്വഭാവം അങ്ങനെയല്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മ തല്ലി പിച്ചി മാന്തി എന്ന് പറയുന്ന പ്രോബ്ലമാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ സോഷ്യൽ മീഡിയയിലുള്ള കുന്തളിപ്പ്, അത്രേ ഉള്ളൂ. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്തു. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിയെടുക്ക് ഞാൻ സ്വന്തം അനിയത്തിനെ പറ്റിയിട്ടൊക്കെയാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. എത്രയൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ തല്ലി കൂടിക്കോട്ടെ, കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്നെ ഒന്നിച്ചു, ചിലപ്പോൾ കാറ് വാങ്ങിച്ചു, വീട് വാങ്ങിച്ചു, യൂറോപ്പിൽ പോയി, അങ്ങനെ പോയി, ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാം. പക്ഷേ ഈ നമ്മളുടെ വാക്കിൽ നിന്ന് വീഴുന്ന, നമ്മുടെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ കാര്യങ്ങളും അത്രയും അത് ഭാവിയിലേക്ക് അത് ദോഷമായിരിക്കും. ഇതൊക്കെ ഭയങ്കര മോശമായിപ്പോയി. സ്വന്തം അനിയത്തിനെ പറ്റി എത്ര ഇതുണ്ടെങ്കിലും ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോൾ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി, ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്, താൻ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കിപ്പോൾ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. അങ്ങനെ ഗുണ്ടകളും എല്ലാം കൂടി ഇവരെ അടിച്ച് തറപ്പിച്ചു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും അറിയില്ല. കുറേ പാർട്ട് വീഡിയോസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ എന്തിൻ്റെ കേടാണോ എന്നറിയില്ല. കാരണം ഇങ്ങനെ പാട്ട് വീഡിയോസ് ഇടേണ്ട ആവശ്യമുണ്ടെന്ന് എത്ര ഇവ ശരിക്കും ഇട്ട പേരാ പ്രശ്നേഷ്. ഇവ ശരിക്കും പ്രശ്നേഷ്. ഈ ഒരു ഇഷ്യൂ പോസ്റ്റ് ചെയ്തതിന് ശേഷം വേറൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. എടി നിന്റെയൊക്കെ ഞാൻ കുറെ ബെറ്റായിട്ട് പറയണ ഈ വാച്ച് മാറ്റാനായിട്ട്. ഒരു സ്ഥലത്ത് പോലെ മെയിനായിട്ടൊക്കെ പോണ്ടേ. കിച്ചു, നീ എന്ത് വേണേലും പറഞ്ഞോ. എന്താ വാച്ചിനെ കുറിച്ച് പറഞ്ഞോണ്ടല്ലോ, ഇതിന്റെ ഫ്രണ്ട് അയർലാൻഡിൽ നിന്ന് അയച്ചെന്ന ഗിഫ്റ്റാ. അമ്മേനേത്തെ ആളെ വെച്ചടിപ്പിച്ച്, നീയാണെങ്കിൽ ഡയറക്റ്റ് കർണം അടിച്ചു പൊട്ടിച്ച്. കൊള്ളാടി, എനിക്ക് ഇത് തന്നെ വേണം. എന്തുവാടേ, ഒരു പ്രൊമോഷൻ വീഡിയോയിൽ പോലും സ്വന്തം അമ്മേനും അനിയത്തിനും ഒക്കെ വലിച്ചിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് എന്ന് പറഞ്ഞാൽ നാണക്കേട്. എന്റെ വൈഫിന് ഗിഫ്റ്റ് കൊടുക്കാനാണ്. ഈ വാച്ച് ഇവിടെ കിട്ടുമോ? ഉണ്ടല്ലോ, ഒന്ന് കാണിച്ചു തരാവാ. ടോട്ടല് എത്ര പാർട്ടിൻ്റെ സ്റ്റോറി? ഫോർച്യൂണറിൽ പൈസ ആവുന്നവരെ. ചേട്ടാ, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അതിനല്ലേ മോളെ പാട്ട് വീഡിയോസ്. നമ്മൾ അതിറക്കും, പൈസ ഉണ്ടാക്കും, ഫോർച്യൂണർ വാങ്ങും, യൂറോപ്പ് പോകും. ഓ ശരി ചേട്ടാ, പറഞ്ഞ പോലെ തന്നെ. അപ്പം നമ്മളൊരു പൊളിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.